കേരളത്തിലൊരു യുവ എംഎൽഎക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഒരാളാണ് സമാനമായ രീതിയിൽ ആരോപണം വരുന്നു. ശബ്ദസംഘത്തെക്കുറിച്ച് പുറത്തു വരുന്നു. വളരെ ഗൗരവമേറിയ ആരോപണമാണ്. അത് വളരെ അതീവ ഗൗരവമുള്ള സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ളത്. അതിപ്പോൾ എന്തെല്ലാം ഭാഗങ്ങളാണെന്ന് ഇപ്പോൾ ആരും വിശദീകരിക്കേണ്ടതില്ല. എല്ലാ പൊതുസമൂഹത്തിൻ്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അസാധാരണമായിട്ടുള്ള അതീവ ഗൗരവമായ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത്. അത് നാടാകെ ഈ പ്രശ്നത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് ആ പാർട്ടിയുടെ ഒരു അവസ്ഥ. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, ഇത് ഒരു ദിവസത്തെ ഒരു മിനിറ്റിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതല്ല. മാധ്യമങ്ങൾക്കും അറിയാം, ഒരു ഭാഗത്ത് അറിയാമായിരിക്കാം. പൊതുവെ ഗൗരവമായി തന്നെ ഈ പ്രശ്നം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേക അവസ്ഥ അത് ഈ പ്രശ്നത്തിൽ നന്നായി പ്രതിഫലിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു താൽക്കാലിക വേതന സംഹാരികൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതല്ല കേരളീയത്തെ സമൂഹം. കേരളം മാത്രമല്ല, ഇന്നിപ്പോൾ നാഷണൽ മീഡിയയിലെല്ലാം ഒരു വലിയ ചർച്ചയായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് കേരളം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുമോ എന്ന് മാത്രമാണ് ഇനി നോക്കാനുള്ളത്. എന്തായാലും നല്ല സംരക്ഷണത്തോടു കൂടി വളർത്തിക്കൊണ്ടുപോകുന്നതാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മലയാള മനോരമയിൽ സുജിത് നായർ എഴുതിയത് വായിച്ചപ്പോഴാണ് 3 വർഷം മുമ്പ് തന്നെ പരാതി ലഭിച്ചു എന്ന് ആധികാരികമായിട്ട് കണ്ടത്. ആ പത്രത്തിലെ ലേഖനത്തിലാണ് കാണുകയുണ്ടായത് ഇത് സംബന്ധിച്ച് ലഭിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം സമൂഹം ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, കേരളത്തിൻ്റെ ഒരു പൊതുവികാരമായി വന്നിട്ടില്ല. ഗോവിന്ദമാഷ് ഇന്നലെ വ്യക്തമാക്കിയതാണല്ലോ. കേരളം പൊതുവെ അതിലേക്ക് എന്നിട്ട് നമ്മൾ ഒരു അസാധാരണമായ സാഹചര്യമാണ്. റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള അത്യപൂർവമായ ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ അത് പൊതുവെ പൊതു രാഷ്ട്രീയത്തെയും സമൂഹത്തെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള പ്രതികരണങ്ങൾ അവിടെ നിന്നും വരുന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെ.